സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേയിൽ ഭാഗമായ കരാർ ജീവനക്കാരുടെ സേവനം അവസാനിപ്പിച്ച് സർക്കാർ 3000-ഓളം ജീവനക്കാർക്ക് മറ്റന്നാൾ മുതൽ ജോലിയില്ല. സർവേ ഭൂരേഖ വകുപ്പ് ഡയറക്ടറാണ് സർക്കുലർ പുറത്തിറക്കിയത്. ഹാൻസ് ജോണുണ്ട് വിവരങ്ങളുമായിട്ട്. ഹാൻസ്, ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെയാണോ ഈ നടപടി? അങ്ങനെയാണ് ജീവനക്കാർ പറയുന്നത്. ഇടത് സർക്കാരിന്റെ കാലത്ത് കെ രാജൻ മന്ത്രിയായിരിക്കെയാണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ നടപടികൾ ആരംഭിച്ചത്. അക്കാലത്ത് ഈ ഡിജിറ്റൽ സർവേ നടത്തുന്നതിനായി സർവേയർമാരുടെ തസ്തികയിലേക്കും അതിനോടൊപ്പം തന്നെ ഹെൽപ്പർ തസ്തികയിലേക്കും 4000-ഓളം ജീവനക്കാരെ റവന്യൂ വകുപ്പും സർവേ രേഖാ വകുപ്പും നിയോഗിച്ചിരുന്നു. ഈ ജീവനക്കാരെയാണ് ഇപ്പോൾ മുന്നറിയിപ്പില്ലാതെ സർക്കാർ പിരിച്ചുവിട്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ സർവേ ഭൂരേഖ വകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയത്. ഈ സർക്കുലർ പ്രകാരം 3000-ഓളം ജീവനക്കാർക്കാണ്, കരാർ ജീവനക്കാർക്കാണ് ജോലി നഷ്ടപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ 6 മാസത്തേക്കായിരുന്നു ഇവരെ ജോലിക്കെടുത്തത്. പിന്നീട് ആവശ്യാനുസരണം ഇവരുടെ കരാർ പുതുക്കി നൽകുകയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ യാതൊരുവിധ മുന്നറിയിപ്പും നൽകാതെ ഇന്ന് വൈകിട്ട് ഇത്തരത്തിൽ ഒരു സർക്കുലർ പുറത്തിറക്കിയാണ്. ഇതിന് പ്രകാരം 1/8/2026 അഥവാ ഓഗസ്റ്റ് 1-ാം തീയതി മറ്റന്നാൾ മുതൽ ഈ ജീവനക്കാരുടെ സേവനം സർക്കാരിന് ആവശ്യമില്ല. മുന്നറിയിപ്പില്ലാതെ ഇത്തരമൊരു നടപടി ഉണ്ടായതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് ജീവനക്കാരുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയധികം ജീവനക്കാരെ പിരിച്ചുവിടുന്നതിലൂടെ നിലവിൽ പുരോഗമിക്കുന്ന ഡിജിറ്റൽ സർവേ നടപടികൾ പ്രതിസന്ധിയിലാകും എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതിനോടൊപ്പം തന്നെ കരാർ ജീവനക്കാരായിരുന്നിട്ട് പോലും യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായെന്നും ജീവനക്കാർ പറയുന്നു. ഒപ്പം തന്നെ 1600-ലധികം വില്ലേജ് ഓഫീസുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതിൽ തന്നെ പകുതി ഇടങ്ങളിൽ മാത്രമാണ് ഡിജിറ്റൽ സർവേ പൂർത്തിയായിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇത്തരമൊരു നടപടി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. നിലവിൽ സർവേ ഭൂരേഖ വകുപ്പിലുള്ള ജീവനക്കാരെ ഉപയോഗിച്ച് ഡിജിറ്റൽ സർവേ നടത്താം എന്നാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇത്രയധികം ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത് മൂലം കടുത്ത പ്രതിഷേധത്തിലാണ് സർവീസ് സംഘടനകളുള്ളത്. അത് സർക്കാരിനെ അറിയിക്കും എന്നാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി ഹാൻസ്, വ്യക്തമാണ്. സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായ 3000 ജീവനക്കാരെയാണ് ഒറ്റയടിക്ക് സർക്കാർ പിരിച്ചുവിട്ടിരിക്കുന്നത്. പെട്ടെന്നായിരുന്നു ഈ തീരുമാനം.